iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് RRB JEEക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മെറ്റീരിയൽ സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻടു തിൻ ഷീറ്റ്സ് ദ പ്രോപ്പർട്ടീസ്. അതായത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിൻ ഷീറ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താ? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണോ? ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റിയ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാലബിലിറ്റി. മാലബിലിറ്റി അല്ലേ നമ്മൾ ആ ഒരു തിൻ ഷീറ്റായിട്ട് ആ ഒരു തിൻ ഷീറ്റിലേക്ക് നമുക്ക് ആ ഒരു മെറ്റലിന് ബീറ്റൺ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് മാലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ലെസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു മെറ്റൽ ഉണ്ടാകുന്ന ആ ഷൈനിങ്ങിനെയൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൊനോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കും മെറ്റലിൽ, അതിനെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ഇൻ ഇലാസ്റ്റിക് റീജിയൻ ഈസ് കാൾഡ്. അതായത് ഇലാസ്റ്റിക് റീജിയനിൽ എനർജി അബ്സോർബ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം റെസിലിയൻസ് ഉണ്ട്, ടഫ്നെസ് ഉണ്ട്. അപ്പോൾ ഈ റെസിലിയൻസും ടഫ്നെസ്സും ആയിരിക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവുന്നത്. അതേപോലെ ഡക്റ്റിലിറ്റി ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്. അത് നമുക്ക് അറിയാം. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ വലിച്ചു നീട്ടുന്ന, ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡന്റേഷൻ, അതായത് ഒരു ഹാർഡായിട്ടുള്ള ഇത് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു നമുക്ക് ഒരു ഡിഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ടഫ്നെസ്സിലും റെസിലിയൻസിലുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പം റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെ ഉള്ള ഒരു റീജിയനാണ് നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് അത് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് സൈസിലേക്ക് എത്തും. ആ ഒരു റീജിയനാണ് നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലാസ്റ്റിക് റീജിയനിൽ നമ്മളൊരു ഡിഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിഫോർമേഷൻ ആ എനർജി അബ്സോർവ് ചെയ്യും. ആ ഒരു അബ്സോർവ് ചെയ്തിട്ട് നമ്മളത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജി അവർ കളഞ്ഞിട്ട് വീണ്ടും പഴയ ഒരു പൊസിഷനിലേക്ക് എത്തും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. റെസിലിയൻസ് അതായത് വിത്തൗട്ട് ഹാവിങ് പെർമനന്റ് ഡിഫോർമേഷൻ, അതായത് പെർമനന്റ് ഡിഫോർമേഷൻ ആവാതെ, അതായത് ആ എനർജി അബ്സോർവ് ചെയ്ത് ഒരിക്കലും അത് പെർമനന്റ് ഡിഫോം ചെയ്യില്ല. അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ടഫ്നെസ് എന്താ? ടഫ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാക്ചർ, ഈ ഒരു പോയിന്റിൽ നമ്മുടെ മെറ്റീരിയൽ ഫ്രാക്ചർ ആയിട്ടുണ്ടാവും. ആ ഒരു ഫ്രാക്ചർ വരെ എത്രത്തോളം എനർജി അബ്സോർവ് ചെയ്യാം, അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്രാക്ചർ വരെ, ഫ്രാക്ചറിന് തൊട്ട് മുന്നേ വരെ എത്ര എനർജി അബ്സോർവ് ചെയ്യാം, അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? എനർജി ഇൻ ഇലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെസിലിയൻസ് ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്, കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ ഫെയിലിയർ ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു സൈക്ലിക് ലോഡിങ്. അതായത് സൈക്ലിക് ലോഡിങ് സൈക്ലിക് ലോഡിങ്ങിൽ മെറ്റീരിയൽ ഫെയിൽ ആവുന്നതിന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇമ്പാക്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇമ്പാക്ട് ഫെയിലിയർ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ലോഡിങ് ആണ്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട്. ക്രീപ്പ് ഉണ്ട്. ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം നമ്മൾ ഒരു ഫോഴ്സ് ഇതാകുമ്പോഴത്തേക്ക് ആ ടൈം വെച്ചുണ്ടാകുന്ന ഒരു ഡിഫോർമേഷനാണ് ക്രീപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ള ഫെറ്റീഗാണ് നമ്മുടെ ആൻസർ. അതായത് നമ്മൾ സൈക്ലിക് ലോഡ്, അതായത് കൂടിയും കുറഞ്ഞും ഈ ഒരു രീതിയിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫെയിലിയർ, ആ ഒരു ഫെയിലിയറിനെയാണ് നമ്മൾ ഫെറ്റീഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ എബിലിറ്റി ഓഫ് ദ യുണീക് പ്രോപ്പർട്ടി ഓഫ് കാസ്റ്റ് അയൺ ഈസ് ഇറ്റ്സ് ഹൈ. അതായത് കാസ്റ്റ് അയണിന്റെ ഒരു യുണീക് പ്രോപ്പർട്ടിയാണ് ചോദിച്ചേക്കുന്നത്. അത് മാലബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഡക്റ്റിലിറ്റി, സർഫസ് ഫിനിഷ്, ഡാമ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നമുക്ക് അറിയാം വളരെ വൈബ്രേഷൻസ് ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള, നേരെ ഇപ്പോൾ ലെയ്ത്ത്, അപ്പോൾ അങ്ങനെയുള്ള മിഷൻസിലൊക്കെ മെയിൻ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡായിരിക്കും. ആ ബെഡിൻ്റെ, അതായത് വലിയ വൈബ്രേഷനോട്ടൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന ആ മെറ്റീരിയൽ, ആ ഒരു പാർട്ടൊക്കെ മേക്ക് ചെയ്യുന്ന കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് അയണിന് ഹൈ ഡാമ്പിംഗ് ആയിരിക്കും. അതായത് ഈ വൈബ്രേഷനൊക്കെ ഡാമ്പ് ചെയ്യാനുള്ള ഒരു ഹൈ എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പാർട്സ് ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാസ്റ്റ് അയണിന്റെ യുണീക്ക് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാമ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഡാമ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ ഓപ്ഷൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 വരുമ്പം സ്റ്റീൽ കണ്ടെയ്നിങ് ലെസ് ദാൻ 0.15 കാർബൺ കണ്ടന്റ് ഈസ് നോൺ ആസ്. അതായത് 0.15
0.15 കാർബൺ കണ്ടന്റിലും ലെസ് ആയിട്ടുള്ള സ്റ്റീലിന് നമ്മൾ എന്താണ് പറയുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഡെഡ് മൈൽഡ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം കാർബൺ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് സ്റ്റീലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡെഡ് മൈൽഡ് സ്റ്റീൽ ആവണമെങ്കിൽ അതിന്റെ കാർബൺ കണ്ടന്റ് 0.15 ലെസ്സർ ആയിരിക്കണം. 0.15 ലെസ്സർ ആയിരിക്കണം. ഇനി ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്ന് നമുക്ക് പറയാം. അതിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.15 to 0.3% ആയിരിക്കും കാർബണിന്റെ കണ്ടന്റ്. നേരെ മറിച്ച് മീഡിയം കാർബൺ സ്റ്റീലിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 മുതൽ 0.8 വരെ ആയിരിക്കും. നേരെ മറിച്ച് ഹൈ കാർബൺ സ്റ്റീലിന്റെ കേസ് എന്ന് വെച്ച് കഴിയുമ്പോൾ 0.8 മുതൽ 1.5% വരെ പോകും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.15% കാർബൺ കണ്ടന്റിന് കുറവായിട്ടുള്ള, അപ്പൊ അതേതായിരിക്കും? ഡെഡ് മൈൽഡ് സ്റ്റീൽ ആയിരിക്കും. അതായത് അത്രയും കാർബൺ കണ്ടന്റ് കുറവുള്ളതായിരിക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഡെഡ് മൈൽഡ് സ്റ്റീൽ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ ദ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ കൺസിസ്റ്റ് ഓഫ്, അതായത് ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീലിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പ്രൈമറി ഫെറൈറ്റ് ആൻഡ് പേർലൈറ്റ്, ബി പ്രൈമറി സിമെന്റേറ്റ് ആൻഡ് പേർലൈറ്റ്, പ്രോ യൂട്ടക്ടോയിഡ് സിമെന്റേറ്റ്, പേർലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോംഡ് ലെഡ്യൂബ്രൈറ്റ്, പിന്നെ പേർലൈറ്റ് മാത്രം. അപ്പം നമ്മൾ ഈ ഒരു റീജിയനിലാണ്, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ യൂട്ടക്ടോയിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂട്ടക്ടോയിഡ് പോയിന്റിൽ 0.8% ആയിരിക്കും കോൺസെൻട്രേഷൻ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഈ ഒരു പോയിന്റിൽ എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പേർലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഈ 0.8 കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടെണ്ണത്തിന്റെ മിക്സർ ആയിരിക്കും. എന്തിന്റെയൊക്കെ ആയിരിക്കും? പേർലൈറ്റിന്റെയും അതേപോലെ തന്നെ ആൽഫ അയൺ, അതായത് ആൽഫ അയൺ അതിന്റെ മിക്സ്ചർ ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? പേർലൈറ്റിന്റെയും പിന്നെ എന്തിന്റെ മിക്സ്ചർ ആയിരിക്കും? സിമെന്റേറ്റിന്റെ മിക്സ്ചർ ആയിരിക്കും. അതായത് 0.8 കൂടിക്കഴിഞ്ഞാൽ, അതായത് ഈ 0.8 കുറയുന്നതിനാണ് ഹൈപ്പോയൂട്ടക്ടോയിഡ് എന്ന് പറയുന്നത്. ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറൈറ്റും പേർലൈറ്റും ആണ്. നേരെ മറിച്ച് യൂട്ടക്ടോയിഡ് സ്റ്റീൽ എന്ന് വെച്ചാൽ ഈ 0.8% ഉള്ളത് അതിൽ ഫുള്ള് പേർലൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഹൈപ്പർ യൂട്ടക്ടോയിഡ് എന്ന് പറയുമ്പോൾ ഈ 0.8 മുകളിലുള്ളത്. അപ്പൊ ഈ 0.8 മുകളിലുള്ളതിൽ സിമെന്റേറ്റിന്റെയും പേർലൈറ്റിന്റെയും മിക്സ്ചർ ആയിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീല, അതെന്തായിരിക്കും? ഫെറൈറ്റും പേർലൈറ്റും ആയിരിക്കും. അതായത് പ്രൈമറി ഫെറൈറ്റും പേർലൈറ്റും തമ്മിലായിരിക്കും അവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോഴത്തേക്കും ദ ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ഓൾ സ്റ്റീൽ, അതായത് എല്ലാ സ്റ്റീലുകളുടെയും ലോവർ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പം ഈ എല്ലാ സ്റ്റീലുകളുടെയും, അതായത് ഇവിടം വരെ ആയിരിക്കും സ്റ്റീല്, അപ്പൊ ആ ഒരു എല്ലാ സ്റ്റീലുകളുടെയും ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കും? ഈ ഒരു പോയിന്റ് ആയിരിക്കത്തില്ലേ? ഈ ഒരു പോയിന്റ് 727 അടുപ്പിച്ചുള്ള. അപ്പൊ ഈ പർട്ടിക്കുലർ ഓപ്ഷനിൽ കറക്റ്റ് 727 അല്ല 723. അപ്പൊ പല ടെസ്റ്റിലും ആ ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ 723 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് എല്ലാ സ്റ്റീലുകളുടെയും ലോവർ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാർഡസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് സ്റ്റീൽ. അപ്പൊ സ്റ്റീലിൽ ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് കൂടുതലുള്ളത് നമുക്കറിയാം, ലെഡൂബറൈറ്റ്, ഓസ്റ്റനൈറ്റ്, മാർട്ടിൻസൈറ്റ്, ബയോലൈറ്റ്. അത് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഏതിനായിരിക്കും? മാർട്ടിൻസൈറ്റിനായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ഡിഫ്യൂസിങ് ഹാർഡനിങ് എലമെന്റ് ഇൻ കേസ് ഓഫ് കാർബറൈസിങ് പ്രോസസ്. അത് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ ഏത് എലമെന്റ് ആണ് അവിടെ നമ്മൾ ഡിഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഇതിന്റെ ഹാർഡ്നെസ് കൂട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിക്കല്, മാംഗനീസ്, ക്രോമിയം, കാർബൺ, ആ ഒരു കാർബറൈസിങ് എന്ന് വെച്ചാൽ കാർബൺ ആയിരിക്കും അവിടെ ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഡസ് മൈൽഡ് സ്റ്റീൽ അബ്സോർബ് കാർബൺ ആൻഡ് നൈട്രജൻ ടു ഒബ്റ്റെയിൻ ഹാർഡ് സർഫസ്. അവിടെ ഹാർഡനിങ്ങിന് കാർബണും നൈട്രജനും ഒരേ സമയം അബ്സോർബ് ചെയ്യുന്ന ഏത് പ്രോസസ്സാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാർബറൈസിങ് ആണെങ്കിൽ കാർബൺ മാത്രമേ ഉള്ളൂ. സൈനൈഡിങ്ങിലായിരിക്കും കാർബണും നൈട്രജനും ഒരേ സമയം അബ്സോർബ് ചെയ്യുന്നത്, അതായത് CN അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്
സൈനൈഡിങ് ആയിരിക്കും. പിന്നെ നൈട്രൈഡിങ് അനൈലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ സയൻസ് ചെയ്തുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.